മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയിലേക്കാണ് ഇന്നത്തെ അതിഥി വികടകുമാരൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും ഒപ്പം നായികയുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സംവിധായകൻ ബോബൻ സാമുവൽ, നായിക മാനസ രാധാകൃഷ്ണൻ. ഇവർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം സംവിധായകനിലേക്ക് തന്നെ വരുമ്പോൾ ബോബൻ സാമുവൽ, താങ്കളുടെ 5ാമത്തെ ചിത്രമെന്ന് പറയാം വികടകുമാരൻ. ശരിക്കും റോമൻസ് അടക്കമുള്ള ജനപ്രിയനടക്കമുള്ള ചിത്രങ്ങളിൽ ഒരു വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ചതിന് ശേഷം താങ്കളുടെ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കാം വികടകുമാരനെയും. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത്? ഈ ചിത്രത്തിലേക്ക് എത്തിച്ചതിൻ്റെ സബ്ജക്റ്റാണ് എന്നെ ആകർഷിച്ചത്. അതുപോലെ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇന്നിപ്പോൾ തിയേറ്ററിൽ ജനങ്ങൾ വരുന്നതിൻ്റെയും കാരണം. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ എല്ലാവരും നമുക്ക് ഒരുമിച്ച് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ ചിത്രം ഒരു നല്ലൊരു വിജയമായി പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വികടകുമാരനെ. ഒരു വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ്. ശരിക്കും ഇപ്പോഴത്തെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും ഞാൻ പറഞ്ഞില്ല, ആ വ്യത്യസ്തത തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ റെസ്പോൺസ് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും വളരെ നല്ല. ഇന്നലെ പല ഷോകളും ഫുള്ളായിരുന്നു, ഗുഡ് ഫ്രൈഡേ ആയിട്ടുകൂടി. അപ്പോൾ എന്തുകൊണ്ടും അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ. കാരണം തിയേറ്റർ ഫുള്ളാവുന്നത്. കാരണം റിവ്യൂസ് നല്ലത് നല്ല മോശമെന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു സിനിമയുടെ കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രമേ ഏതൊരു ചിത്രവും വിജയിക്കുകയുള്ളൂ. ഓക്കെ, മാനസയിലേക്ക് വരുമ്പോൾ ശരിക്കും മാനസ കാറ്റെന്നുള്ള ഒരു സിനിമയ്ക്ക് ശേഷം മാനസ നായികയായിട്ട് എത്തുകയാണ് വികടകുമാരനോട്. എന്തായിരുന്നു മാനസയുടെ എക്സ്പീരിയൻസ്? കാറ്റിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലാണ് ബോബൻ ചേട്ടനും അരുൺ ചേട്ടനും ഇങ്ങനെ പോസ്റ്റേഴ്സ്, കാറ്റിൻ്റെ എന്തോ പോസ്റ്ററൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് വികടകുമാരനിലേക്കുള്ള ടിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാതെ കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് റോമൻസിൻ്റെ അതേ ടീം, ആ ഹിറ്റ് മേക്കിംഗ് ടീം പിന്നെ ഇതിൽ വരുന്നു എന്നുള്ളത്. പിന്നെ ധർമ്മൻ ചേട്ടനും വിഷ്ണുവേട്ടൻ്റെ ആ കോംബോവും ഉണ്ട്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു എന്താ പറയുക, ഒരു കോമഡി സ്റ്റോറി ലൈൻ, അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സൈഡിലുള്ള മൂവി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് മടങ്ങി തന്നെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ അതിലൂടെ വരുന്നു, പിന്നീട് കേരളത്തിലേക്ക് വരുന്നു. എങ്കിലും തുടക്കത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ലാത്ത രീതിയിൽ അതല്ല കേസെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വീണ്ടും ചിത്രം മാറുന്നു. ശരിക്കും ഒരു വേറൊരു രീതിയിലേക്ക് ചിത്രം കൊണ്ടുവരികയാണ്. ശരിക്കും പ്രേക്ഷകർ ആ ഒരു ഇതിൽ പിടിച്ചിരുത്തുന്ന രീതി തന്നെ നിങ്ങൾ കൊണ്ടുവരികയാണ്. ശരിക്കും വികടകുമാരൻ എന്നുള്ള പേര് ഈ ചിത്രത്തിന് എങ്ങനെയാണ് താങ്കൾ? ശരിക്കും ഇതിനകത്ത് നായകൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ഈ തട്ടിമുട്ട് കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലൊരു മജിസ്ട്രേറ്റ് കോടതിയിലെ ഒരു വക്കീലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അങ്ങ് സുപ്രീം കോടതിയിലാണ്. അപ്പോൾ അദ്ദേഹം പക്ഷേ കിട്ടുന്ന കേസുകൾ മുഴുവൻ വാദിക്കുകയും അത് പ്രശ്നമാവുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അയാളുടെ ഒരു ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ ഇതിനെ ഒരു മറ്റൊരു തലം ഈ സിനിമയിലെത്തി. അപ്പം തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിന് ചേരുന്ന ഒരു പേര് ഇങ്ങനെ വന്നപ്പോൾ അത് വികടകുമാരൻ എന്ന് തോന്നി. അങ്ങനെ അത് ഫിക്സ് ചെയ്തു. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം പല മലയാള സിനിമകൾ എടുത്തു നോക്കുമ്പോഴും വക്കീൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും വികടകുമാരനിലും ശരിക്കും വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രവും അത്തരത്തിലൊരു പ്രാരാബ്ധക്കാരനായിട്ടുള്ള ഒരു വക്കീൽ തന്നെയാണ്. അല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ധനികനായ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കഥ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരുപാട് പ്രാരാബ്ദങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു കേസിലേക്ക് വരാനും അല്ലാതെ ഏറ്റെടുക്കാനും ഒക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനകത്തൊരു മണി മോട്ടിവേഷൻ അത് അത്യാവശ്യമാണ് ആ നായക കഥാപാത്രം. കാരണം ആ കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും അതിനെ അനുഭവിക്കേണ്ടി വരുന്ന പൊല്ലാപ്പുമാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പോൾ തീർച്ചയായിട്ടും ധനികനായ ഒരാളെ കാണിക്കാൻ നമുക്ക് ഒരിക്കലും ആ കഥാപാത്രം പറ്റില്ല. എത്ര നാളുകൊണ്ടാണ് ശരിക്കും വികടകുമാരൻ പൂർത്തിയാവുന്നത്? ശരിക്കും ഷൂട്ടിംഗ് ഒരു 42 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കൂടെ ഒരു 2 മാസം 2.5 മാസത്തോളം ഇതിൻ്റെ വർക്കുണ്ട്. ഓക്കെ, മാനസയിലേക്ക് വരുമ്പോൾ മാനസ ശരിക്കും ഒരു നായിക എന്ന നിലയിൽ മാനസയുടെ കഥാപാത്രത്തെ ശരിക്കും ഭംഗിയാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ക്യാരക്ടറുടെ പേര് സിന്ധു എന്നാണ്. ഇതിനകത്ത് ആ മജിസ്ട്രേറ്റ് കോർട്ടിൽ കുടുംബശ്രീ ക്യാൻറ്റീൻ നടത്തുന്ന ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ സിന്ധു ഇങ്ങനെ ഭയങ്കര ഔട്ട് സ്പോക്കണും കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ, ഒറ്റയ്ക്ക് ഒരു ഫാമിലി വരെ ഹാൻഡിൽ ചെയ്യാൻ എന്താ അത്ര കരുത്തുള്ള. എൻ്റെ അച്ഛനായിട്ട് ചെയ്തിരിക്കുന്ന നെൽസൺ ചേട്ടനാണ്. അപ്പോൾ നെൽസൺ ചേട്ടൻ ഇങ്ങനെ ഫുൾ ടൈം വെള്ളമൊക്കെ അടിച്ച് പശുവിൻ്റെ പാലൊക്കെ വെള്ളം ചേർത്ത് അങ്ങനെയൊക്കെ കൊടുക്കുന്ന എന്താ ഈ ഉടായ്പ് പരിപാടിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ആദ്യം കേട്ടപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തത് ഇങ്ങനെ കുറച്ച് ഭയങ്കര ടോക്കറ്റീവ് അങ്ങനെ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ സെറ്റ് ചെന്നപ്പോൾ തന്നെ ബോബൻ ചേട്ടൻ പറഞ്ഞു, ഇത് കുട്ടിപ്പാവാടയിട്ട് ജയൻ്റെ സിനിമ കണ്ടു നടക്കുന്ന പോലത്തെ ക്യാരക്ടർ അല്ല, ഇത് കുറച്ചും കൂടെ ഒരു ബോൾഡ്നെസ് വരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബോബൻ ചേട്ടൻ കറക്റ്റ് ആ ഒരു ഔട്ട്ലൈൻ തന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ എളുപ്പമായി. ശരിക്കും ചിത്രത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ശരിക്കും മാനസയെ സംബന്ധിച്ച് പറയുമ്പോൾ? കാരണം മാനസ ചെയ്തു വന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്.
ഏറ്റവും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം എനിക്ക് ധർമ്മചേട്ടൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും കൂടെ ഈ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ടൈമിങ്ങിൻ്റെയും എന്താ അവരുടെ ആ ഒരു കൗണ്ടർ അടിക്കുന്ന അതൊക്കെ നേരിട്ട് കാണാനും പറ്റി, അതിൻ്റെ ഒരു പാർട്ടാവാനും പറ്റി. അതായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ഡയലോഗൊക്കെ വായിച്ചിട്ടായാലും പറയും നീ ഇത് ഈ മോഡുലേഷനിൽ പറഞ്ഞാൽ മതി, അപ്പോൾ അത് ഞങ്ങളുടെ ഇതുമായിട്ട് സിങ്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അവർ രണ്ടുപേരും. ചിത്രത്തിലെ സോങ്ങും വളരെ മനോഹരമാണ്. കാരണം യൂട്യൂബിലൊക്കെ ആണെങ്കിലും ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ശരിക്കും സോങ് വളരെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. സംഗീത സംവിധാനത്തെ കുറിച്ച് പറയും. ഇത് രാഹുൽ രാജൻ അറിയാലോ, ഒരുപാട് ഹിറ്റ് സോങ്ങുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചൊരു സംഗീത സംവിധാനമാണ്. പിന്നെ ഇതിൻ്റെ ലിറിക്സ് ഹരിനാരായണനാണ്, പിന്നെ പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനും മകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ സിനിമ ആ സോങ് നന്നായിട്ട് ഹിറ്റായി. ഓക്കെ, എന്തായാലും ആ ചിത്രത്തിലെ പാട്ടുകൂടി നമുക്കൊന്ന് കാണാം. ശരി. ചിത്രത്തിൻ്റെ കഥ പൂർത്തിയാകുമ്പോൾ ശരിക്കും വിഷ്ണു ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ശരിക്കും നായക കഥാപാത്രമായിട്ട് കടന്നു വരുന്നത്? എങ്ങനെയാണ് വിഷ്ണുവിനെ സെലക്ട് ചെയ്തത്? ശരിക്കും കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത്. അപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഒരു അമാനുഷിക ഭാവം ഒന്നും വേണ്ട, സാധാരണക്കാരനായ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രാരബ്ധക്കാരനായ അല്ല. അപ്പം തീർച്ചയായിട്ടും ഇപ്പം വിഷ്ണുവിൻ്റെ ഒരു ഇമേജ് നമ്മുടെ പഴയ കാലഘട്ടത്തിലൊക്കെ ശ്രീനിവാസൻ സാറൊക്കെ ചെയ്തിരുന്ന പോലത്തെ ഒരു ഇമേജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസും ഒക്കെ ഉള്ള ഒരു ആക്ടറാണ് വിഷ്ണു. അപ്പോൾ ഞങ്ങളെ ചോയ്സ് എല്ലാവർക്കും ഒരുപോലെ തന്നെ, വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് സമ്മതമായിരുന്നു. വിഷ്ണുവിനെ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ വിഷ്ണുവിനും വളരെ ഇഷ്ടപ്പെട്ടു സബ്ജക്റ്റ്. അങ്ങനെയാണ് വിഷ്ണു ഈ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ അതിന് മുന്നേ തന്നെ വിഷ്ണുവിനെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ വിഷ്ണുവിലേക്ക് എത്താനുള്ള കുറച്ചും കൂടി എളുപ്പമായി. അങ്ങനെ തീർച്ചയായിട്ടും ഈ കഥ വളരെ നന്നായിട്ട്, അതാണല്ലോ ഞാൻ പറഞ്ഞത്, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ആ സിനിമ ഉണ്ടായി. ശരിക്കും കട്ടപ്പനയിലെ ഋതിക് റോഷന് ശേഷം വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിൻ്റെ മറ്റൊരു ബ്രേക്ക് ആവാം, ചിലപ്പം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ ആവാം സിനിമയെന്ന് തോന്നുന്നു. വിഷ്ണു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷനൊക്കെ ബാക്കി എവിടെയൊക്കെയായിരുന്നു? ശരി, തെങ്കാശിയായിരുന്നു, പിന്നെ പുനലൂർ. അപ്പോൾ പുനലൂർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും, പിന്നെ പുനലൂർ ബ്രിഡ്ജൊക്കെ നമ്മൾ വേറൊരു രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ പുനലൂരും അതിൻ്റെ പരിസരം, പത്തനാപുരം അതിൻ്റെ പരിസരമൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ലൊക്കേഷൻ. ടെക്നിക്കൽ ടീംസിനെ കുറിച്ചിട്ടൊന്നും ഇതിൻ്റെ ക്യാമറ അജയ് ഡേവിഡ് കാച്ചിപ്പള്ളിയാണ്, പിന്നെ സ്ക്രിപ്റ്റ് വൈ വി രാജേഷ്, പിന്നെ ഇതിൻ്റെ ആർട്ട് രാജീവ് കോവില, മേക്കപ്പ് ജിതേഷ്, പിന്നെ അങ്ങനെ ഒരു നിസാർ കോസ്റ്റ്യൂം, അങ്ങനെ ഒരു എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എന്നാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ആയിരുന്നു ഈ സിനിമയുടെ പിന്നീട്. ഇപ്പോൾ ലഭ്യമാകുന്ന റിവ്യൂസ് അനുസരിച്ചിട്ട് താങ്കൾ ഒരു വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് മലയാള സിനിമയിൽ. ഇപ്പോൾ താങ്കൾക്ക് ലഭിക്കുന്ന റിവ്യൂസ് അനുസരിച്ചിട്ട് ശരിക്കും എന്താണ് താങ്കളുടെ ഫീലിങ്സ്? എന്താണ് ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞ് ഞാൻ മാനസയോട് വണ്ടിയിലിരുന്ന് പറയുമായിരുന്നു,
നമുക്കിപ്പം ഒരു സിനിമ വിജയിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഒരു ചാനലിൽ പോയിരുന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് ഒരു ആർജവം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ റിപ്പോർട്ട് ചാനലിൽ തന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വരാനുള്ളൊരു ഒരു മനസ്സുണ്ടായത് തന്നെ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു നല്ല റെസ്പോൺസ്. ഇല്ലാതെ നമ്മളിവിടെ വന്നിരുന്നിട്ട് സിനിമ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പം പ്രേക്ഷകർ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെയൊക്കെ വന്നിരുന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, മാനസയെക്കുറിച്ച് പറയുമ്പോൾ മാനസ ഒരു ചെറിയ പാട്ടുകാരി കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രണ്ടുപേരും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. മൂங்கிൽ തോട്ടോ മോലെ ഹവാസോ നിറഞ്ച മൗനോ നീ പാടും ഗീതോ പൗർണമീരവ് പനിവിടും കാട് ഒത്തയടി പാത ഓൻ കൂട പൊടി നട ഇത് പോതും എനക്ക് ഇത് പോതുമേ വേറെന്ത വേണോ നീ പോതുമേ. വളരെ മനോഹരമായിരുന്നു. ഓക്കെ, 2018 മാനസയുടെ ആദ്യ ചിത്രം എന്ന് തന്നെ പറയാമല്ലേ? അതെ, വികടകുമാരൻ. ഈ 2018 ഇനി പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റുകളുണ്ടോ? അതിപ്പോൾ ഡിസ്കഷനിൽ അപ്പോൾ പറയാറായിട്ടില്ല. ഓക്കെ, ബോബൻ സാർ, താങ്കളുടെ പുതിയ ചിത്രങ്ങൾ എന്തെങ്കിലും ഉടൻ തന്നെ ഉണ്ടാകുമോ? അല്ല, അതും ഈ പറയുന്ന പോലെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റ് റെഡി ആവണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം, അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, എന്തായാലും ആക്ച്വലി നമ്മുടെ വികടകുമാരനെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് എന്താണ് ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു ചിത്രമാണ് വികടകുമാരൻ. ഈ വെക്കേഷൻ ടൈമിൽ തീർച്ചയായിട്ടും ഫാമിലിയും എല്ലാവരുമായിട്ടും കുട്ടികളോടൊപ്പം പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. വികടകുമാരൻ എല്ലാവരും ഇനി കാണാത്തവരെല്ലാം പോയി തിയേറ്ററിൽ പോയി കാണുക, ഈ ചിത്രത്തെ വിജയിപ്പിക്കുക. തീർച്ചയായിട്ടും. മാനസ, നായിക എന്ന നിലയ്ക്ക് മാനസിക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് എന്താ ഇതിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യവും സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇത് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാനായിട്ട് ഉള്ള ഫസ്റ്റ് റീസൺ ഒന്ന് റോമൻസിൻ്റെ അതേ ടീമും പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കോംബോ വിഷ്ണുവേട്ടനും ധർമ്മചേട്ടനും ഉണ്ട് ഇതിൽ. പിന്നെ ഫുൾ ടൈം കോമഡി മാത്രമല്ലാതെ ഇതിലൊരു സസ്പെൻസിൻ്റെ എലമെൻറ്റും ഉണ്ട്. ജിനുചേട്ടനാണ് ഇതിൽ വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ ഒരു 2 hours ഒട്ടും ബോറടിക്കാതിരുന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഈ വെക്കേഷൻ ടൈമിൽ പോയി കാണാൻ പറ്റിയ മൂവിയാണ് വികടകുമാരൻ. എന്തായാലും വെക്കേഷൻ ടൈം കൂടെ ആയതുകൊണ്ട് ഒരു നല്ല ഒരു തിരക്ക് തന്നെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു അല്ലേ? എന്തായാലും ഒരുപാട് നല്ല നിലയിൽ തന്നെ ചിത്രം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഞങ്ങളെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിലും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.